പ്രിയപ്പെട്ട ബാലതാരമാണ് മീനാക്ഷി. കുറച്ച് ദിവസമായി മീനാക്ഷിയുടെ ചില വാക്കുകൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. സ്വന്തം നിലപാടുകൾ പറയുകയും അതിനു വരുന്ന കമന്റുകൾക്ക് തിരിച്ച് മറുപടി നൽകുകയും ചെയ്ത് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ് മീനാക്ഷി. പ്രായത്തിൽ കവിഞ്ഞ വലിയ സത്യങ്ങളും വലിയ ചോദ്യങ്ങളും വലിയ വാക്കുകളുമാണ് മീനാക്ഷിയുടേത് എന്ന് പോലും നമുക്ക് പലപ്പോഴും തോന്നിപ്പോകാറുണ്ട്. ജാതി പിരമിഡിൽ ദളിതർ തൊട്ടുകൂടാത്തവർ എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ചൂണ്ടിക്കാട്ടി മീനാക്ഷി ഇട്ട പോസ്റ്റ് സമൂഹത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ചർച്ചകൾക്കുപരി ജാതി വർഗവാദികൾക്കും മീനാക്ഷിയുടെ വാക്കുകൾ വലിയ ക്ഷീണമുണ്ടാക്കി. ആരാണ് ദളിതരെ ഇങ്ങനെയാക്കിയതെന്ന് കൂടി പഠിപ്പിക്കേണ്ടതായിരുന്നുവെന്ന മീനാക്ഷിയുടെ ചോദ്യം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും പിന്തുണച്ചു. കരിക്കുലം വരെ മാറ്റാനുള്ള നീക്കം നടത്തുമെന്നും മന്ത്രി പറഞ്ഞതോടെ കാര്യങ്ങൾ വലിയ രീതിയിൽ ശ്രദ്ധ നേടി. വർഷങ്ങളായി സ്വന്തം ആശയങ്ങളെ മാത്രം മുറുകെ പിടിച്ച് നടന്നുകൊണ്ടിരുന്നവർക്ക് മീനാക്ഷിയുടെ പോസ്റ്റ് വലിയൊരു വെല്ലുവിളിയായി. ഒരു കുട്ടി ആ സത്യങ്ങളെ ചൂണ്ടിക്കാട്ടിയത് കൊണ്ട് മാത്രം അവരുടെ ആശയങ്ങൾ തകർന്നു പോകുന്നത് പോലെയായിരുന്നു കാര്യങ്ങൾ. മീനാക്ഷി ദളിതരെ ഇങ്ങനെ ആക്കിയത് ആരാണെന്ന് പഠിപ്പിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ വാക്കുകൾ എതിരാളികളുടെ നെഞ്ചിൽ തറച്ചു കയറുന്നത് പോലെ തന്നെ ഉണ്ടായി. മീനാക്ഷി എന്ന പെൺകുട്ടിയാണ് അത് ചോദിച്ചതെങ്കിലും അത് ഒരു തലമുറയുടെ ചോദ്യമായിരുന്നു എന്ന് പലരും ഇപ്പോൾ പ്രതികരിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. ഇതോടെ മീനാക്ഷിയുടെ ഫേസ്ബുക്ക് ഫോളോവേഴ്സിന്റെ എണ്ണം അങ്ങ് കൂടി. കമന്റുകളും പിന്തുണ പ്രഖ്യാപിച്ചു വരുന്നവരുടെയും എണ്ണം വലിയ രീതിയിൽ വർദ്ധിച്ചു. മീനാക്ഷി അടുത്തതായി എന്താകും പറയുകയെന്നും എങ്ങനെ പറയുമെന്നതും നോക്കി ഇരിപ്പാണ് ഓരോരുത്തരും. അപ്പോഴാണ് മീനാക്ഷിയുടെ അടുത്ത പോസ്റ്റ് വന്നത്. ദളിത് വിഷയത്തിൽ അധികം ആക്രമിക്കാൻ കഴിയാതെ വന്ന ജാതിവാദികളും മതവിദ്വേഷകരും ഒരു അവസരത്തിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അടുത്ത പോസ്റ്റ് വന്നതോടെ മീനാക്ഷിക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ്. ഇത്തവണത്തെ മീനാക്ഷിയുടെ പോസ്റ്റ് ഫെമിനിസത്തെ കുറിച്ചായിരുന്നു. ഒരു പെൺകുട്ടി തന്നെ സ്ത്രീകൾക്കെതിരെ ഇട്ട പോസ്റ്റ് എന്ന നിലയിലാണ് ഇപ്പോൾ ആക്രമണം നടക്കുന്നത്. മീനാക്ഷിയുടെ ആ ചെറിയ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ചോദ്യം ഫെമിനിസ്റ്റ് ആണോ? ഉത്തരം എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ചെറിയ അറിവിൽ ചെറിയ വാചകങ്ങളിൽ. ഒരു സ്ത്രീ തൻ്റെ അതേ അവകാശങ്ങളുള്ള ഒരു പുരുഷനെ അതിൽ നിന്നും വിലക്കിക്കൊണ്ട് സ്വന്തം മൂല്യങ്ങൾ നേടാൻ ശ്രമിച്ചാൽ അത് തെറ്റാണ് എന്ന് പറയുന്നിടത്താണ് എൻ്റെ ഫെമിനിസം. ഇതായിരുന്നു മീനാക്ഷിയുടെ പോസ്റ്റ്. മീനാക്ഷിയോട് ആരെങ്കിലും ഫെമിനിസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി എന്ന രീതിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇതിൽ കടുത്ത സ്ത്രീവിരുദ്ധതയുണ്ടെന്നും മീനാക്ഷി എല്ലാ കാര്യത്തിലും അഭിപ്രായം പറയേണ്ടതില്ലെന്നുമൊക്കെയാണ് പ്രബുദ്ധ മലയാളികളുടെ കമന്റുകൾ. മീനാക്ഷിക്ക് എന്താ കൊമ്പുണ്ടോ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിൽ ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ നിർവചിക്കുന്നത് പോലും പുരുഷന്മാരായിരിക്കെ മീനാക്ഷിയുടെ ഉത്തരം എത്ര കൃത്യവും വ്യക്തവുമാണ്. എന്നിട്ടും സ്ത്രീപക്ഷ നിലപാടല്ല എടുത്തതെന്ന് പറയുന്നവർ മീനാക്ഷിയെ വായിൽ തോന്നുന്നത് പറയുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കാൻ ഒരുപാടൊന്നും ചിന്തിക്കേണ്ട. നേരത്തെ ഇട്ട പോസ്റ്റിനോടുള്ള വെറുപ്പ് പ്രകടിപ്പിക്കലാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. മീനാക്ഷി എഴുതിയതൊന്നും അമിതമായ വാദങ്ങളോ ആരെയും നിന്ദിക്കാനുള്ള വാക്കുകളോ ആയിരുന്നില്ല. വളരെ ചുരുങ്ങിയ ഒരു ആശയം വളരെ നിഷ്കളങ്കമായി പറഞ്ഞ ഒരു വാചകം മാത്രം. എന്നിട്ടും അത് ചിലർക്ക് വെറുപ്പുണ്ടാക്കി. പ്രത്യേകിച്ച് ദളിത് വിഷയം ഉയർത്തിപ്പിടിച്ചതിനാൽ മീനാക്ഷിയെ ആക്രമിക്കാൻ സാധിക്കാതെ പോയവർക്കാണ് ഈ പോസ്റ്റ് ഒരു ആയുധമായി എടുക്കാൻ കഴിഞ്ഞത്. അപ്പോൾ തന്നെ അവർ സോഷ്യൽ മീഡിയയിൽ പടയൊരുക്കം തുടങ്ങുകയും ചെയ്തു. മീനാക്ഷി മറ്റുള്ളവരോട് നിങ്ങളും അത് ആയിരിക്കണമെന്ന് ഉപദേശിക്കാനോ നിർബന്ധിക്കാനോ അല്ല അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്. ഒരു സ്ത്രീ തൻ്റെ അതേ അവകാശമുള്ള പുരുഷനെ എന്ന് പറയുമ്പോൾ പുരുഷന് സ്ത്രീയേക്കാൾ വലിയ അവകാശങ്ങളൊന്നും ഇല്ല എന്നത് തന്നെയാണ് അർത്ഥമാക്കുന്നത്. സ്ത്രീക്കും പുരുഷനും ഒരേ അവകാശമുള്ളപ്പോൾ ആ അവകാശങ്ങളിൽ നിന്ന് പുരുഷനെ വിലക്കുകയും എന്നിട്ട് സ്വന്തം മൂല്യങ്ങളിൽ മാത്രം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയുന്നതാണ് ഫെമിനിസം എന്നാണ് മീനാക്ഷി പറയുന്നത്. പുരുഷനും സ്ത്രീയും ഒരുപോലെ ഈ ഭൂമിയിൽ അവകാശമുള്ളവരാണ് എന്ന് പറഞ്ഞു തുടങ്ങുകയും എന്നാൽ പുരുഷന്റെ അവകാശങ്ങളെ വിലക്കുകയും എന്നിട്ട് സ്വന്തം മൂല്യങ്ങളെ നേടുകയും ചെയ്താൽ അത് തെറ്റ് തന്നെയാണ്. പുരുഷനില്ലാതെ സ്ത്രീയോ സ്ത്രീയില്ലാതെ പുരുഷനോ ഇല്ല. ഇതാണ് മീനാക്ഷിയുടെ വാക്കുകളിൽ അടിവരയിട്ട് പറയുന്നത്. അതുകൊണ്ട് മീനാക്ഷിക്ക് കൊമ്പുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളത് മീനാക്ഷിക്ക് കൊമ്പ് മുളച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാണ്. അത് ഈ നാടിന്റെ കണ്ണ് തുറപ്പിക്കാനുള്ളതും ചില തെറ്റായ രീതികൾ മാറ്റാനുമുള്ളതാണ്. മീനാക്ഷി പറഞ്ഞ ഫെമിനിസത്തിൽ ഒരു തെറ്റുമില്ല. സ്വന്തം വാളിൽ പോസ്റ്റുന്ന അഭിപ്രായങ്ങളെ അംഗീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യാം.
ഇങ്ങനെ തുറന്നു പറയാൻ തന്നെ ധൈര്യം വേണം. അതാണ് മീനാക്ഷിക്കുള്ളത്. മറ്റുള്ളവരെ സംതൃപ്തിപ്പെടുത്താൻ വാക്കുകൾ തെരഞ്ഞെടുത്ത് പറയുന്ന ഒരു കുട്ടിയല്ല മീനാക്ഷി. അവൾ തന്റെ നിലപാട് തുറന്നു പറയുന്ന ഒരാളാണ്. അത് ശരിയായ രീതിയിൽ പറയാനുള്ള ധൈര്യം അവൾക്കുണ്ട്. ആരുടെയോ വെറുപ്പ് ഭയന്ന് അവൾ മിണ്ടാതിരിക്കാനും തയ്യാറല്ല. ഒരു ചെറിയ പെൺകുട്ടി തന്റെ മനസ്സിൽ തോന്നിയ സത്യം സോഷ്യൽ മീഡിയയിൽ എഴുതിയപ്പോൾ അതിനെ വലിയൊരു പ്രളയം പോലെ കാണുന്നത് സമൂഹത്തിലെ അടക്കിവെച്ച മനോഭാവങ്ങൾ തന്നെയാണ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. സ്ത്രീയും പുരുഷനും ഒരുപോലെ അവകാശമുള്ളവരാണെങ്കിലും ആ അവകാശങ്ങളെ പരസ്പരം നിരസിക്കരുത്. ഒരു പക്ഷത്തിനു വേണ്ടി മറ്റൊരാളെ കുറ്റക്കാരാക്കരുത്. പുരുഷനും സ്ത്രീയും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ഒരു സമൂഹം മുന്നോട്ട് പോകുന്നത്. മീനാക്ഷി പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഇതിൽ എന്താണ് സ്ത്രീ വിരുദ്ധത? ഒരു സ്ത്രീയുടെ സമത്വത്തെ ഉറപ്പിക്കാൻ ഒരു പുരുഷന്റെ അവകാശം തള്ളി മാറ്റണം എന്ന് പറയുന്നവർക്ക് മീനാക്ഷിയുടെ വാക്കുകൾ എങ്ങനെയാണ് പ്രതിഷേധിക്കേണ്ട കാര്യമാകുന്നത്? അവൾ പറയുന്നതിനെ മനസ്സിലാക്കാതെ സ്ത്രീപക്ഷ വിരുദ്ധി എന്ന് മുദ്ര കുത്തുന്നത് അവർക്ക് അകത്തുണ്ടായിരുന്ന മറ്റൊരു അസ്വസ്ഥതയുടെ മുറുമുറുപ്പാണെന്ന് പറയേണ്ടി വരും ഈ സമയത്ത്. മീനാക്ഷിയുടെ ദളിത് പോസ്റ്റിൽ നിലപാട് പറയേണ്ടിയിരുന്നത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. മീനാക്ഷി MG യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിയാണ്. അതായത് ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ ബിന്ദു മന്ത്രിയായിരിക്കുന്ന വകുപ്പാണ്. പൊതുവിദ്യാഭ്യാസ മന്ത്രി മീനാക്ഷിയുടെ ചോദ്യത്തിന് മറുപടി കൊടുക്കുകയും പാഠ്യപദ്ധതി തിരുത്തുകയും ചെയ്യുമെന്ന് പറഞ്ഞ് ഒപ്പം നിന്നപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണമോ പാഠ്യപദ്ധതിയുടെ തിരുത്തൽ നടപടികളെ കുറിച്ചോ ഒരു അഭിപ്രായവും രേഖപ്പെടുത്തി കണ്ടില്ല. മീനാക്ഷി പറഞ്ഞത് ശരിയാണെന്നോ തെറ്റാണെന്നോ പോലും പറഞ്ഞു കേട്ടില്ല എന്നത് വലിയ ഒരു പോരായ്മ തന്നെയാണ്. മീനാക്ഷി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. തെറ്റ് കാണുന്നത് തല കുനിച്ച് ജീവിക്കാൻ മാത്രം താല്പര്യപ്പെടുന്നവർക്കാണ്. സത്യത്തെ തുറന്നു പറയുന്നവരെ വിമർശിക്കുന്നത് അവരുടെ ഉള്ളിലെ അന്ധമായ വെറുപ്പ് പുറത്തു കാണിക്കുന്നതാണ്. ഒരു പക്ഷേ ഈ കൊമ്പുള്ള മീനാക്ഷി തന്നെയാണ് നാളത്തെ സമൂഹത്തെ കുറിച്ചുകൂടി മെച്ചപ്പെടുത്താൻ പോകുന്ന ഒരാളും.